ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത് ഒരു കോട്ടൺ ടോപ്പാണ്. ഇതാണ് നമ്മളുടെ തുണി. ഇങ്ങനെ 3 മീറ്റർ കോട്ടൻ്റെ തുണിയാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്ക് ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ മടക്കി കൊടുക്കാം. ഇതുപോലെ 4ആയിട്ട് ഇങ്ങനെ മടക്കി കൊടുക്കാം. ഇങ്ങനെ 4ആയിട്ട് മടക്കിയിട്ട് ഞാൻ ഇതിലാണ് അളവുകളൊക്കെ അടയാളപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ. ഇങ്ങനെയാണ് 4ആയിട്ട് ഞാൻ മടക്കിയിട്ടുള്ളത്. ഇതിൽ ഞാൻ എന്ത് ചെയ്തു, ആദ്യം ബോഡിൻ്റെ ലെങ്ത്ത് അടയാളപ്പെടുത്തി. ബോഡിൻ്റെ ലെങ്ത്ത് 14 ഇഞ്ചിന് ഞാനിതാ ഇതുപോലെ അടയാളപ്പെടുത്തി. കാണുന്നുണ്ടല്ലോ അല്ലേ? ഇതുപോലെ ബോഡി ലെങ്ത്ത് അടയാളപ്പെടുത്തി കൊടുത്തു. ശേഷം ഞാൻ ഷോൾഡർ, എന്നിട്ട് ഞാനിത് കട്ട് ചെയ്തെടുത്തു കേട്ടോ. ഇത് ഞാൻ ബോഡി ലെങ്ത്ത് അടയാളപ്പെടുത്തിയിട്ട് ഇത് ഞാൻ കട്ട് ചെയ്തെടുത്തു. ഇതിലാണ് ഞാൻ പിന്നെ അളവുകളൊക്കെ അടയാളപ്പെടുത്തിയിട്ടുള്ളത്. ആദ്യം ഞാൻ ഷോൾഡർ ഇങ്ങനെ 6 ഇഞ്ചിൽ ഞാൻ അടയാളപ്പെടുത്തിയിട്ടോ. ഷോൾഡർ ഇങ്ങനെ 6 ഇഞ്ചിൽ അടയാളപ്പെടുത്തിയ ശേഷം എന്ത് ചെയ്തു, ഞാൻ നമ്മുടെ നെക്കിൻ്റെ വിഡ്ത്ത് 3 ഇഞ്ചിൽ അടയാളപ്പെടുത്തിയിട്ട് നെക്കിൻ്റെ ലെങ്ത്ത് 5 ഇഞ്ചിൽ അടയാളപ്പെടുത്തി കൊടുത്തു. നെക്കിൻ്റെ ലെങ്ത്ത് 5 ഇഞ്ചിലും ബാക്ക് നെക്ക് 2.5 ഇഞ്ചിലും അടയാളപ്പെടുത്തിയിട്ട് എന്ത് ചെയ്തു, കർവായിട്ട് വരച്ചു കൊടുത്തു. നമുക്ക് ഏത് ഷേപ്പിലാണ് വേണ്ടിച്ച് അതുപോലെ ചെയ്യട്ടോ. ഞാൻ കർവ് ചെയ്ത് കൊടുത്തു. ശേഷം നമുക്ക് ആം ഹോൾ 7 ഇഞ്ചിൽ ഞാൻ അടയാളപ്പെടുത്തി. 7 ഇഞ്ചിൽ ശേഷം ചെസ്റ്റ് 11 ഇഞ്ചിലാണ് ഞാൻ അടയാളപ്പെടുത്തിയിട്ടുള്ളത്. താഴെ ബോട്ടം ഭാഗം ഞാൻ 10 ഇഞ്ചിലും അടയാളപ്പെടുത്തിയിട്ടുണ്ട്. എന്നിട്ട് ഞാനിത് എന്ത് ചെയ്തു, ഇങ്ങനെ വരച്ചു കൊടുത്തു, യോജിപ്പിച്ച് കൊടുത്തു. ശേഷം നമ്മുടെ ആം ഹോള് കർവ് ചെയ്ത് വരച്ചു കൊടുക്കുക. പിന്നീട് ഫ്രണ്ട് ആം ഹോളും ഇതുപോലെ കർവ് ചെയ്ത് വരച്ചു കൊടുക്കുക. എന്നിട്ട് ഒരു ഇഞ്ച് മേലേക്ക് കയറ്റിയിട്ട് ഇതുപോലെ ഒന്ന് ഇങ്ങനെ വരച്ചു കൊടുക്കുക. എന്നിട്ട് ഞാനിത് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇതുപോലെ 2 ബോഡി പാർട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതേപോലെ മടക്കി വെച്ചിട്ട് നമ്മൾ ഈ ഭാഗം എത്ര ഉണ്ടാണെന്ന് നോക്കുക. ഈ ഭാഗം 10 ഇഞ്ചാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. നിവർത്തി വെക്കുമ്പോൾ 20 ഇഞ്ചാണ് നമുക്ക് കിട്ടുക. ആ 20 ഇഞ്ച് ഈ ബാക്കി വന്ന ക്ലോത്തിലാണ് നമ്മൾ അടയാളപ്പെടുത്തേണ്ടത്. ഈ ക്ലോത്ത് ഇതുപോലെ ഇങ്ങനെ ഫോൾഡ് ചെയ്യാം. അപ്പോൾ ഈ ഫോൾഡിങ് വരുന്ന ഭാഗം താഴത്തേക്കും ഈ ഭാഗം മുകൾക്കുമായിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. എന്താ വെച്ചാൽ ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്താലില്ലേ, നമ്മുടെ സ്കേർട്ടിൻ്റെ പാർട്ട് കട്ട് ചെയ്തെടുക്കുമ്പോൾ എന്ത് ചെയ്യും, നമ്മൾ ഇവിടെ നിന്ന് അടയാളപ്പെടുത്തിയിട്ട് ഇവിടെ വരുമ്പോൾ ഇതാണ് നമുക്ക് ബാക്കി വരുന്ന സ്ലീവിൻ്റെ ഭാഗം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, സ്ലീവിന് യോജിപ്പിച്ച് കൊടുക്കേണ്ടി വരും. ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ കട്ട് ചെയ്യുകയാണെങ്കിൽ ഇവിടെ നമുക്ക് യോജിപ്പിക്കാതെ തന്നെ സ്ലീവ് കിട്ടും. അപ്പോൾ ഇവിടുന്ന് നമ്മൾ എന്ത് ചെയ്യും, നമുക്ക് 20 ഇവിടെ കിട്ടിയിട്ടുള്ളത്. 20 + 20ക്ക് നമ്മൾ എത്ര പ്ലീറ്റ് ഇടണം, ഒരു 15 കിട്ടാൽ മതി. 15 ഇഞ്ചും കൂടെ കൂടുമ്പോൾ 35 ഇഞ്ചാണ് നമുക്ക് കിട്ടുക. ആ 35 ഇഞ്ച് നമ്മൾ ഇവിടെ അടയാളപ്പെടുത്തി കൊടുക്കുക. ഞാനിത് ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. ഞാനിത് ഫുള്ളായിട്ട് പ്ലീറ്റ് ഇടാൻ എടുത്തിട്ടുണ്ട്. ശേഷം നമ്മുടെ ലെങ്ത്ത് അടയാളപ്പെടുത്തി കൊടുക്കുക. നമ്മുടെ ഫുൾ ലെങ്ത്ത് നിന്ന് 14 ഇഞ്ച് കുറക്കുക. ഫുൾ ലെങ്ത്ത് നിന്ന് 14 ഇഞ്ച് കുറച്ചിട്ട് കിട്ടുന്നത് നമ്മളിവിടെ കട്ട് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ലെങ്ത്തിനനുസരിച്ച് എടുത്തിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ നമുക്ക് 2 പാർട്ട് കിട്ടി. ബാക്ക് പാർട്ടും കിട്ടി, ഫ്രണ്ട് പാർട്ടും നമുക്ക് കിട്ടി. ബാക്ക് പാർട്ടും കിട്ടി, ഫ്രണ്ട് പാർട്ടും നമുക്ക് കിട്ടി പ്ലീറ്റ് ഇടാൻ വേണ്ടിയിട്ട്. രണ്ടും ഫ്രണ്ടും ബാക്കും കിട്ടി. ബാക്കി വന്ന തുണിയാണ് ഇത്. നമ്മൾ അതിൽ നിന്ന് കട്ട് ചെയ്തെടുത്ത തുണിയാണ് ഇത്. ഇത് നമുക്ക് സ്ലീവിനും ഇത്രയും നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് ഇതിൽ നിന്ന് സ്ലീവും കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇത് ബാക്കും ഇത് ഫ്രണ്ടും ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതൊക്കെ പ്ലീറ്റ് ഇട്ട് ഇങ്ങനെ വരും കേട്ടോ. അപ്പോൾ ബാക്കും ഫ്രണ്ടും നമുക്ക് കിട്ടി. മനസ്സിലായെന്ന് വിചാരിക്കണം. ഇതിന് തുണിയിൽ കട്ട് ചെയ്തെടുക്കാം. തുണി ഞാൻ 4ആയിട്ട് മടക്കിയിട്ടുണ്ട്. ശേഷം നമ്മുടെ ബോഡി ലെങ്ത്ത് 14 ഇഞ്ചിൽ അടയാളപ്പെടുത്തിയിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ബോഡി പാർട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ ഷോൾഡർ 6 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം. പിന്നീട് നെക്കിൻ്റെ വിഡ്ത്ത് 3 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അവിടെ നിന്ന് താഴോട്ട് 5 ഇഞ്ച് നെക്കിൻ്റെ ലെങ്ത്തും അടയാളപ്പെടുത്തി ബോക്സായി വരക്കാം. ശേഷം 2.5 ഇഞ്ച് ബാക്ക് നെക്കും, എന്നിട്ടത് ബോക്സ് ചെയ്തിട്ട് ഇതുപോലെ കർവായിട്ട് വരച്ചു കൊടുക്കാം. അവിടെ നിന്ന് ആം ഹോൾ താഴോട്ട് 7 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ശേഷം ചെസ്റ്റ് 11 ഇഞ്ചിൽ ഞാൻ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. തയ്യൽ തുമ്പ് അടക്കമാണ് ഞാൻ 11 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ടുള്ളത്. ഇനി നമുക്ക് ആം ഹോൾ ഒന്ന് കർവ് ചെയ്ത് വരക്കാം. അതുപോലെ ഫ്രണ്ട് ആം ഹോള് നമുക്ക് ഉള്ളിലോട്ട് 1 ഇഞ്ച്, 1/2 ഇഞ്ച് കുഴിച്ച് കട്ട് ചെയ്യാം. ശേഷം ബോട്ടം ഭാഗം നമ്മൾ 10 ഇഞ്ചാണ് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് അതൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. പിന്നെ ഇതുപോലെ 1 ഇഞ്ച് മുകളിലോട്ട് അടയാളപ്പെടുത്തിയിട്ട് ഇതുപോലെ ഒന്ന് കർവ് ചെയ്ത് വരച്ചു കൊടുക്കാം, കട്ട് ചെയ്തെടുക്കാം. ശേഷം നമ്മൾ ഇത് അളന്ന് നോക്കുമ്പോൾ നമുക്ക് ഒരു സൈഡ് 10 ഇഞ്ചാണ് കിട്ടിയിട്ടുള്ളത്. അങ്ങനെ 2 സൈഡും കൂടി 20 ഇഞ്ച് നേർത്തിയിടുമ്പോൾ നമുക്ക് 20 ഇഞ്ച് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് ഞൊറിവിടാൻ വേണ്ടിയിട്ട് ഇതുപോലെ നമ്മൾ ക്ലോത്ത് 2ആയിട്ട് മടക്കിയെടുത്തിട്ടുണ്ട്. ഫോൾഡ് വരുന്ന ഭാഗം താഴോട്ടും മറ്റ് മടക്കി വെച്ചിട്ടുള്ള ഭാഗം മുകളിലോട്ടും ആയിട്ടാണ് നമ്മൾ മടക്കി വെച്ചിട്ടുള്ളത്. ഇനി നമുക്കിതിൽ അടയാളപ്പെടുത്തി കൊടുക്കാം. ഫുൾ ലെങ്ത്ത് 42 ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. ഫുൾ ലെങ്ത്തിൽ നിന്ന് 14 ഇഞ്ച് കുറച്ചിട്ട് 42 ഇഞ്ചിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. തയ്യൽ തുമ്പ് അടക്കമാണ് 42 ഇഞ്ചിൽ അടയാളപ്പെടുത്തിയിട്ടുള്ളത്. ഇനി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ നമുക്ക് ബാക്കി കിട്ടിയിട്ടുള്ള തുണിയിൽ നമുക്ക് സ്ലീവും കട്ട് ചെയ്തെടുക്കാം കേട്ടോ. സ്ലീവ് കട്ട് ചെയ്യണേ ഞാനിതിൽ കാണിച്ചിട്ടില്ല. അപ്പം ഇനി നമുക്ക് സ്റ്റിച്ചിങ്ങിലോട്ട് പോവാം. ഫസ്റ്റ് നെക്ക് ക്രോസ് പീസ് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം.
ഇപ്പോൾ നമ്മളുടെ നെക്ക് ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്, ഷോൾഡറും യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവാണ് യോജിപ്പിക്കാനുള്ളത്. സ്ലീവ് കട്ട് ചെയ്യുന്നത് ഞാൻ കാണിച്ചിട്ടില്ല കേട്ടോ, എല്ലാ വീഡിയോയിലും സ്ലീവിൻ്റെ കട്ടിങ് കാണിക്കുന്നുണ്ട്. അപ്പോൾ പഫ് സ്ലീവാണ് ഞാൻ എടുത്തിട്ടുള്ളത്. മുകളിൽ കുറച്ച് ഇതുപോലെ ചെറിയ ചെറിയ ഞെറിവ് ഇട്ട് കൊടുക്കാം. ഷോൾഡറിൻ്റെ ഭാഗത്ത് മാത്രമേ ഞെറിവ് വരുന്നുള്ളൂ കേട്ടോ. അതുപോലെ തന്നെ സ്ലീവിൻ്റെ താഴ് ഭാഗത്തും ഇതുപോലെ കുഞ്ഞു കുഞ്ഞു പ്ലീറ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതുപോലെയാണ് നമ്മളുടെ സ്ലീവ് വരിക കേട്ടോ. അപ്പോൾ നമ്മൾ സ്ലീവ് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ശേഷം സ്ലീവിൻ്റെ താഴ് ഭാഗത്ത് ക്രോസ് പീസ് വെച്ചിട്ട് നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സ്കേർട്ടിൻ്റെ ഭാഗത്തേക്കുള്ള തുണിയാണിത്. ഇനി ഇതിന് നമുക്ക് പ്ലീറ്റുകളായിട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ബോഡി പാർട്ടിൽ ഇതൊന്ന് യോജിപ്പിച്ചെടുക്കണം. താഴ് ഭാഗം മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ ബോഡി പാർട്ടിനോട് യോജിപ്പിച്ചിട്ടുണ്ട്, പ്ലീറ്റ് ഇട്ടിട്ട് ഇതുപോലെ യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ രണ്ട് സൈഡും ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മളുടെ ടോപ്പ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. സ്ലീവൊക്കെ നമുക്ക് കുഞ്ഞു കുഞ്ഞു പ്ലീറ്റായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. സ്ലീവിൻ്റെ ബോട്ടം ഭാഗത്തും അതുപോലെ ഷോൾഡറിൻ്റെ ഭാഗത്തും ചെറിയ ചെറിയ ഞെറിവുകൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമ്മുടെ വേസ്റ്റിൻ്റെ ഭാഗത്തും ചെറിയ ഞെറിവുകൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ടോപ്പ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്യാം കേട്ടോ.